ഇപ്പൊ കുറച്ചു ദിവസമായി നമ്മള് വീഡിയോ ഒക്കെ എടുത്തു. അത് എന്താന്ന് വെച്ചാ ഒന്നിനോട് ഒരു മൂടില്ലാത്ത അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മളെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കണാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന സംഭവം തന്നെ നാട്ടിൽ പോകുന്ന കാര്യം തന്നെ. ഈ കാര്യമാണെങ്കിൽ ഉള്ളവരോടൊക്കെ വന്ന പാട് ഞാൻ പറയാൻ തുടങ്ങി. ഇപ്പൊ ഇവലൊക്കെ എന്താ പറയലെന്ന് വെച്ചാൽ എങ്ങനെയാലും 2 വർഷം കടിച്ചു പിടിച്ച് നിൽക്കും. പിടിച്ചു പിടിച്ചിന്റെ പല്ലുറച്ച അവസ്ഥയില. പിന്നെ നമ്മള് ഷോപ്പിലെത്തിയിട്ട് രാത്രി അയക്കണം. ഇപ്പൊ ഞാൻ രാത്രിക്കത്തെ ഭക്ഷണം കഴിക്കാൻ അങ്ങനെ നമ്മളെ ഷോപ്പ് എന്ന് പറയുമ്പോൾ നേരെ നമ്മളെ മെസ്സിലേക്ക് വിട്ടു. ഇന്ന് മെസ്സിലാണെങ്കിലോ നല്ല പൊറാട്ടയും ചിക്കൻ കറി, പിന്നെ അതും എല്ലാം അടിച്ച് നമ്മളെ ഷോപ്പിലേക്ക് തന്നെ പിന്നെയും. ഇവിടെ ആണെങ്കിലോ നമ്മള് കണ്ണ് തെറ്റിയപ്പോഴത്തെ ഇവിടെ ആകെ അലമ്പാക്കി. ഇനി ഇതൊക്കെ ഒന്ന് നന്നാക്കണം. നമ്മൾ അതിലേക്ക് കടന്നു. ഇത് ചെയ്യുമ്പോഴാണ് എന്റെ ഉമ്മനെ ഓർത്ത്. ഞാൻ വീട്ടിൽ വെറുതെ കുത്തിരിക്കുന്ന സമയത്ത് ഉമ്മ പറയലുണ്ട്, ഈ തിരുമ്പിയൊക്കെ ഒന്ന് മടക്കി വെച്ചോരോ മോനെ. ഞാനത് മൈൻഡ് വെക്കാതെ പോയല്ലേ. ദുബായിലെത്തിയപ്പോഴോ ഞാനിപ്പോ ചെയ്യാത്ത പണികളില്ല. ഇമ്മ വീട്ടിൽ ചെയ്യുന്ന ഒരുവിധ പണികളൊക്കെ ഞാനിപ്പോ ഇവിടെ ചെയ്യുന്നു. പിന്നെ ആ പണി തീർത്തിട്ട് നമ്മൾ അജുവിനെ സഹായിക്കാനായിട്ട് ഇറങ്ങി. ഓനും ഇവിടെ മടക്കി കുത്തിരിക്കും. ഓന്റെ പുരം കൂടി അതും തീർത്ത് നമ്മളെ മെയിൻ സെക്ഷനിലേക്ക് ആട്ട് പോയോ. ഇവിടെയും കുറച്ച് സെറ്റപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ പണിയായിട്ട് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ലൈറ്റ് ഒക്കെ ഓഫ്. നമ്മളെ ഷോപ്പിൽ നിന്ന് മെല്ലെ നമ്മളെ റൂമിലേക്കാട്ട്. റൂമിലെത്തിയപ്പോഴോ നമ്മളെ പള്ളക്ക് നല്ല കാളെ. ഞാൻ വിചാരിച്ചു ചായ കുടിച്ചു വരാം. പിന്നെ ഒരു മാറ്റലും കഴിച്ച് റൂമിൽ നാട്ടിറങ്ങി. ഇവിടെ ഉള്ള ടീംസിനൊക്കെ വിളിച്ചപ്പോഴോ എല്ലാത്തിനും ഒടുക്കത്തെ ഞാൻ പിന്നെ ഒറ്റക്കാട്ട്. നമ്മള് പോകുന്ന സ്ഥലം നമ്മളെ റൂമിൽ നിന്ന് കുറച്ചാട്ട് നടക്കാൻ നല്ല ചായ ഇട്ടണേ ആടെ തന്നെ പോകും. ആടുള്ളവന് ഉസാറാക്കി. പിന്നെ കുറച്ചാട്ട് നടന്നപ്പോ സ്ഥലമാട്ട് എത്തി. ആടെ കയറിയിട്ട് നമ്മളെ ചായ ആട്ട് പറഞ്ഞു. ഓന്റെ ചായ എന്ന് പറഞ്ഞാൽ താങ്കള് അടിച്ചടിച്ച് പതപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ചെങ്ങായാണ് ഈ ചായന്റെ മെയിൻ ആള്. പിന്നെ നമ്മളെ കൂടെ ആരുമില്ല. എനിക്ക് അറിയുന്ന ഹിന്ദി വെച്ച് ഓനോട് കുറച്ചു നേരം വർത്താനം പറഞ്ഞു നിന്നു. ഓൻ പറഞ്ഞതിൽ മനസ്സിലായെന്നെന്താ, ഓനിവിടെ 7 വർഷമായി ചായടി തുടങ്ങിയിട്ട്. ഞാനൊക്കെ ഇവിടെ ഒരു കൊല്ലാവൻ കാത്തു നിൽക്കും ഒന്ന് നാട്ടു പോവാനേ. ആ ചായ ആയിട്ട് നമ്മൾ ആടുന്നു നമ്മളെ റൂമിലേക്കാട്ട് നടക്കും. അങ്ങനെ നടക്കുമ്പോഴാണ് മോളിൽ കൂടെ ഈ സാധനം പോകുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ വിമാനമൊക്കെ തൊട്ടടുത്ത് കൂടെ അത് കാണാനും ഒരു രസം. അങ്ങനെ നമ്മൾ നടന്നു നമ്മളെ റൂമിന്റെ അവിടെ എത്തിക്കണം. ഇനി നമ്മള് കുളിച്ചു മാറ്റി കിടക്കും. നമ്മൾ ഇന്നത്തെ പരിപാടി ആട്ട്. അപ്പോ ശരി എന്നാ.